സുധേവനൊരു കാര്യം ചെയ്, വണ്ടി തിരിച്ചു കൊണ്ടേക്കോ, വിളിക്കുമ്പോ വന്നാ മതി. ഇതാരപ്പോ? അമ്മായോ? എന്താടാ നീ ആദ്യമായിട്ട് കാണുമ്പോൾ നോക്കുന്നത്? അവളോട് സുഭദ്ര. അമ്മക്ക് പനിയായിട്ടേ അമ്മ കിടക്കുക. അമ്മ കയറിയിരിക്കെ. അല്ല, അമ്മ എന്തൊരു മുന്നറിയിപ്പില്ലാണ്ട് എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ അവിടെ ഇല്ലായിരുന്നോ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ? നീ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ഗതികേട് ഒന്നും എനിക്ക് വന്നിട്ടില്ല. എന്റെ കാറുണ്ട്, ഡ്രൈവറും ഉണ്ട്. അവരവിടെ കൊണ്ടാക്കിയതാ. ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി, കാർ തിരിച്ചയച്ചതാ ഞാൻ. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. അമ്മായിന്റെ മോൻ്റെ BMW ഒക്കെ എടുത്തു കേട്ടല്ലോ, ശരിയാണോ? അവനല്ല വാങ്ങിച്ചത്, ഞാനാ. നീ എന്താ പെട്രോൾ പമ്പിൽ നിന്ന് പോയില്ലേ? കല്യാണം കഴിഞ്ഞ് വിചാരിച്ച ഫുൾ ടൈം ലീവാണോ? അതിപ്പോ അവിടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലോ അമ്മായി, അവനെല്ലാം നോക്കിക്കോളും. പിന്നെ വൈകുന്നേരം ഞാൻ ക്യാഷ് കളക്ട് ചെയ്യാൻ പോകും, അതന്നെ. അത് മാത്രം പോരാലോ മോനെ. അമ്മായിക്ക് എത്ര ഷെയർ അവിടെ എത്തുന്നില്ല, പിന്നെ സുഭദ്രന്റെ കയ്യിലും കൊടുക്കുന്നില്ല. പിന്നെ ക്യാഷൊക്കെ എവിടെ തിരുമറി ചെയ്യുന്നത്? അതിപ്പോ അമ്മായി കുറച്ച് ടൈറ്റിലാണ്, അതുകൊണ്ടാ. ആർക്ക് ടൈറ്റ്? നിനക്കോ അതോ പമ്പിലോ? മോനെ, പമ്പിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിന്റെ ഭാര്യ ഇത്ര ഞാൻ കണ്ടില്ലല്ലോ, എവിടെ ഒന്ന് വിളിക്ക്. അവള് അകത്തുണ്ടമ്മായി, ഞാനിപ്പോ വിളിക്കാം. റോഷു, എടാ ഒന്നിങ്ങോട്ട് വാ. ആരോ വന്നേ നോക്കിയേ. ഇതാണ് നമ്മുടെ രാജേശ്വരി അമ്മായി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അച്ഛന്റെ പെങ്ങള്. നമ്മുടെ കല്യാണത്തിനെ അമ്മായിക്ക് വരാൻ പറ്റിയില്ല. അമ്മായിന്റെ മോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പൊ അവളുടെ പ്രസവത്തിന്റെ സമയമായിരുന്നു. അപ്പൊ അമ്മായി അങ്ങോട്ട് പോയി. അമ്മായി, ഇതാണ് എന്റെ റോഷു. നിന്റെ റോഷുവിനെ ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ, നല്ല മുഖപരിചയം. നിന്റെ അച്ഛന്റെ പേരെന്താ പക്ഷേ? കണാരൻ. കണാരനോ? ഏത് കണാരൻ? അമ്മായിക്ക് അറിയില്ല? ഇത് നമ്മുടെ തെക്കേലെ കണാരന്റെ മോളാ. തെക്കേതിലെ കണാരനോ? ഏത്? എടി കൊച്ചേ, നീ കള്ളം കണാരന്റെ മോളല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ എവിടെയോ കണ്ട മുഖപരിചയം എന്നുള്ളത്. അത് ശരി. അതിപ്പോ 1-2 പ്രാവശ്യം അത്രല്ലേ ഉള്ളൂ. 1-2 പ്രാവശ്യമല്ലടാ മോനെ, ഞാൻ എവിടെയല്ലേ വളർന്നത്. ആ കള്ളം കണാരനെ കൊണ്ട് നാട്ടുകാർ മുഴുവൻ മനസ്സ് മുട്ടിയിട്ടുണ്ട്. നമ്മുടെ പറമ്പില് ഒരു തേങ്ങയോ ചക്കയോ മാങ്ങയോ നിൽക്കാനായിക്കില്ല. നിന്റെ അച്ഛൻ ഉറക്കം വെച്ച് ടോർച്ച് കൊണ്ട് അവിടെ കാത്തു നിൽക്കും. അവസാനം ഗതി കെട്ടിട്ട് നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ച് തെങ്ങിൽ പിടിച്ച് കെട്ടിയിട്ടതാ. ആ കള്ളക്കണാരന്റെ മോളെയാണോ മോനെ നീ പ്രേമിച്ച് കെട്ടിയത്? എനിക്ക് നാട്ടിൽ ഒരു പെണ്ണും വേറെ കണ്ടില്ലേ? ചേച്ചി, ഞങ്ങളുടെ ഫുഡേ അമ്മയോടൊന്ന് ബെഡ്റൂമിലേക്ക് കൊണ്ടുവരാൻ പറയോ? സുജിത്തെ, അമ്മയ്ക്ക് നല്ല തലവേദന, മരുന്ന് കഴിച്ചിട്ട് കിടക്കുക. അയ്യോ, കഷ്ടമല്ലപ്പോ. എടാ പൊന്നൂസേ, അമ്മയ്ക്ക് മുകളിലോട്ട് വരാൻ വയ്യാന്ന്. നീ താഴോട്ട് വാ, നമുക്ക് ഇവിടെ കഴിക്കാം. അമ്മ എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് കൊറേ സമയമായി. അല്ലടാ, തിന്നലും കുടിക്കലൊക്കെ മേലെ തന്നെയാണോ? താഴോട്ട് ഇറങ്ങലേ ഇല്ലേ? അതല്ല അമ്മായി, പൊന്നൂസിന് മോളിൽ നിന്ന് കഴിക്കുന്ന ഇഷ്ടം, അതുകൊണ്ടാ. ഈ അമ്മയ്ക്ക് ഭക്ഷണം എടുത്തോണ്ട് കിടന്നാ പോരേണോ? അല്ല, അപ്പൊ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങളൊക്കെ കഴിച്ചു, വയറും നിറഞ്ഞു. ഇപ്പൊ നീ മാത്രമേ കഴിക്കാനുള്ളൂ. ഓ, അപ്പൊ ഇതാണോ നിന്റെ പൊന്നൂസ്? നീ അവന്റെ പുറകെ നിങ്ങോട്ടൊന്ന് മാറുന്നൊക്കെ. നിന്നെ എനിക്കറിയാലോ, നീ ടൈലർ പരമുവിന്റെ മോളല്ലേ? എടാ മക്കളെ, നിങ്ങൾ കേൾക്കണോ? എന്റെ കല്യാണത്തിന് നിങ്ങളുടെ അച്ഛൻ വിലക്കൂടുതലുള്ള ഡ്രസ്സുകൾ ആ പരമുവിന്റെ അടുത്തോണ്ട് അടിക്കാൻ കൊടുത്തു. ആ കള്ള പരമു എന്താ ചെയ്തെന്നറിയോ? ആ തുണികൾ മുഴുവനും മറച്ചു പോയിട്ട് കള്ളും കുടിച്ചിട്ട് തന്റെ മേലെ ഒളിച്ചിരിക്കുന്നു. നിങ്ങളുടെ അച്ഛൻ, എന്റെ ആങ്ങള, അവനെ വയലിൽ കൂടെ ഓടിച്ചിട്ട് തല്ലിയതാ. അത് ഇപ്പോഴും എന്റെ കണ്ണിന്റെ മുൻപിലുണ്ട്.
നിനക്ക് മേലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലേ ഇറങ്ങുള്ളൂ പറഞ്ഞപ്പോ എനിക്ക് എന്താ ഓർമ്മ വന്നത്? നിന്റെ അച്ഛൻ പണ്ട് പന്റെ മേലെ കയറി ഒളിച്ചിരുന്ന കാര്യം. അമ്മ എന്തിനീ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത്? നിന്റെ അച്ഛൻ ആ പരിപാടി നിർത്തിയില്ലേ? നിർത്തിയ നല്ലത്. ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അല്ലടാ, എനിക്ക് തുണി ഷോപ്പിലൊന്നും പോകണ്ടേ? അതൊക്കെ പണിക്കാർ നോക്കാം അമ്മേ, ഞാൻ ക്യാഷ് മേടിക്കാൻ മാത്രമേ പോകുള്ളൂ. ഓ, അപ്പൊ ഇതാണ് അവസ്ഥ. തൽക്കാലം നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി എനിക്ക് ചൂട് ചായ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി ടേബിളിൽ വെക്കും. ഞാൻ സുഭദ്രനെ ഒന്ന് കാണട്ടെ. ഞാൻ ചായ ഉണ്ടാക്കാം, ചേച്ചി പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അയ്യടി, അത് മനസ്സിൽ വെച്ചാ മതി. അയ്യോ, ഞാൻ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അത് നടക്കില്ല. ഞാൻ ചായ ഉണ്ടാക്കാം, നീ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കിട്ട് ഇന്ന് ഇവിടെ ആരും നിർത്തിക്കോരണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യം ഈ തറവാട്ടെടുക്കാൻ വിചാരിക്കണ്ട. ഞാൻ സുഭദ്രനെ വിചാരിച്ചോ? കേരളത്തിലെ അടുക്കളേക്ക്. കഷ്ടം മോണുഗുണാഞ്ചന്മാര്. സുഭദ്രേ, ഇത് ഞാനാ. നീ എണീറ്റോ? ചേച്ചി, പിള്ളേരെ കണ്ടോ? പിള്ളേരെയൊക്കെ കണ്ടു. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് രാവിലെ തന്നെ നല്ല കുറവുണ്ട് ചേച്ചി. പിന്നെ ചേച്ചി പറഞ്ഞില്ലേ അടുക്കളയിൽ കയറേണ്ട, റൂമിൽ നനച്ച് പുറത്തു പോകണ്ടെന്ന്. അത് കാരണം മാത്രം കിടന്നതാ. നിന്റെ പിള്ളേർക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. നിന്റെ മരുമക്കന്മാർ രണ്ടുപേ ശരിയാക്കി എടുത്തിട്ട് ഞാൻ രണ്ട് പേടിച്ച് വരച്ച് അടുക്കളയിലേക്ക് ഓടി. ഇനി നിന്റെ ഈ പാവത്തരം കൊണ്ട് നീ അത് മാറ്റിയെടുക്കാതിരുന്നാ മതി. ഇത്രയും മണ്ണുണ്ണികളാണോ നിന്റെ രണ്ടു മക്കളും? എന്തോ എന്റെ ഏട്ടൻ നിന്നെ പോലെ അല്ലാത്തത് കൊണ്ട് ഒരു തരു സ്വത്ത് രണ്ടിന്റെ പേർക്ക് എഴുതി വെച്ചിട്ടില്ല. അത് കാരണം നീ രക്ഷപ്പെട്ടു. ചേച്ചി ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്റെ കുടുംബം എന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും തോന്നി. അത് കാരണം കൊണ്ട് മാത്രം വിളിച്ചതാ. എന്നെ അവർ നോക്കുന്നില്ല, പോട്ടെ. നാളെ എന്റെ രണ്ട് ചെക്കന്മാർക്ക് എന്റെ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ചേച്ചിനെ വിളിച്ചു വരുത്തിയത്. അവരൊന്ന് എങ്ങനെയെങ്കിലും നേർവഴിക്ക് നയിക്കണം ചേച്ചി. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇല്ലേ. ഞാനൊന്ന് ഇവിടുന്ന് ഇറങ്ങുന്നതിന്റെ മുൻപ് ഈ 4 എണ്ണത്തിന് നീ ചൊൽപ്പടിക്ക് എത്തിച്ചു തരാം. അതുപോലെ എനിക്ക് ഞാൻ അങ്ങോട്ട് വരണ ചേച്ചി? വേണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നോ. സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. പിന്നെ പേടിക്കാണ്ട് നമ്മുടെ ഈ പെട്രോൾ പമ്പ് തുണിക്കടയ്ക്കുണ്ടല്ലോ, അതിന്റെ ഒരു വലിയ ഷെയർ ഹോൾഡറാണ് അമ്മായി. പിന്നെ അതും പോരാത്തതിന് നമ്മുടെ വീടും പറമ്പും ഇതിന്റെ 1 സെന്റ് പോലും എന്റെ അവന്റെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിട്ടില്ല. ഒക്കെ അമ്മേന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ കാരണം? എന്നെ അവനെ കുറിച്ച് അച്ഛൻ നല്ല മതിപ്പായിരുന്നു. പിന്നെ അത് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മായി എന്തും ചെയ്തു കൊടുക്കും. അത് ശരി. ഇവിടുത്തെ പല കാര്യങ്ങളും അമ്മായിന്റെ ചെവിയിലെത്തുന്നുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് അമ്മായി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നമ്മൾ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ ഇതാ പണി ഏത് വഴിക്കെത്താന്ന് ഒരു ഐഡിയ ഇല്ല എനിക്ക്. അതുകൊണ്ടേ അമ്മായി പറയുന്ന പോലൊക്കെ മര്യാദയ്ക്ക് ചെയ്ത് അമ്മേന്റെ കൂടെ അങ്ങോട്ട് നിന്നോ. ഞാനും അതുപോലെ നിന്നോളാം. തൽക്കാലം നീ അങ്ങോട്ട് ചെല്ലാൻ നോക്കും. എന്താ 5-5 മിനിറ്റ് കഴിയുമ്പോ റൂമിൽ കയറി വാതിലടക്കലുണ്ടോ? അതമ്മായി, ഞാൻ ഏട്ടൻ വിളിച്ചപ്പോ. ഈ വീട്ടിൽ അടുക്കലും തുടക്കലൊന്നുമില്ല രണ്ടും? അതിന് അമ്മയ്ക്ക് പനി സുഖമായിട്ട് അമ്മ വന്ന് ചെയ്തെന്ന് കാത്തിരിക്കുക? അല്ല, ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴും അമ്മായി ചായ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കിട്ട് വരാം, എന്നിട്ട് ചെയ്യാം. കഴിയുന്നതിനാണ്ട് മീൻ പിടിച്ച് കണ്ടുപോയല്ലേ? അവൾ ചായ ഉണ്ടാക്കട്ടെ, നീ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു തുടക്കി. അമ്മായി ഒന്ന് കാണട്ടെ. മെൻസിന് ഡ്രസ് മാറ്റണോ? ഇവിടെ എന്താ ഫാഷൻ ഷോ ഉണ്ടോ? അതമ്മായി, നേരത്തെ വൈറ്റ് ഡ്രസ് ആയിരുന്നില്ലേ, കിച്ചണിൽ നിന്ന് അഴുക്കാവും പറഞ്ഞിട്ടാ. നീ ഈ പരമോന്റെ മോള് തന്നെയല്ലേ? തുണി ഷോപ്പിലെ ഡ്രസ്സ് മുഴുവൻ ചെക്കനെ കൂടെ എത്തിപ്പിക്കണ്ടാവല്ലേ ഇവിടെ? അതെ, ഞാൻ പരമോന്റെ മോളാ. നീ ഈ പരമോന്റെ മോള് തന്നെയല്ലേ? തുണി ഷോപ്പിലെ ഡ്രസ്സ് മുഴുവൻ ചെക്കനെ കൂടെ എത്തിപ്പിക്കണ്ടാവല്ലേ ഇവിടെ?
ചായ മലഹരൊക്കെ ആയോ? ഇതെന്താ രണ്ട് പെണ്ണുങ്ങളുടെ വീട്ടിൽ ഇത്രയും എച്ചിൽ പാത്രങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നത്? കഴിച്ചാൽ കൂടെ കൂട്ടി വയ്ക്കുക? അതമ്മായി, അമ്മയ്ക്ക് തീരെ വയ്യാത്തോണ്ട് അടുക്കളയിൽ കയറിയിട്ടില്ല 2 ദിവസമായിട്ട്. അത് അത്രയും പാത്രങ്ങള്. അല്ലെങ്കിൽ സമയത്ത് അമ്മ കഴുകി വെക്കുന്നതാ. ഉളുപ്പില്ലാത്ത ജന്തുക്കളെ, നിങ്ങൾക്ക് 3 നേരം ഫുഡ് ഉണ്ടാക്കി തരിക, നിങ്ങളുടെ എച്ചിൽ പാത്രം കഴുകുക, അതാണ് അവൾക്ക് പണിയല്ലേ? നിങ്ങൾ അവിടെ നിന്ന് ആരെന്ന് വിചാരിച്ചിരിക്കണേ? നിങ്ങളുടെ വേലക്കാരിയാ? മര്യാദക്ക് 2 കൂടി പാത്രങ്ങളൊക്കെ പുറത്തോണ്ട് കഴുകിക്കോളെ. എന്നിട്ട് മതി ചായയും പലഹാരമൊക്കെ. ആദ്യം വീട് വൃത്തിയാക്കി. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ സോപ്പിട്ടതാ, ഞാൻ കഴുകിയെടുത്തോളാം. എന്റെ പൊന്നു മോളെ, ഇനിയെങ്കിലും നിർത്തിക്കും നമ്മുടെ ഉടായ്പ പരിപാടി. അല്ലെങ്കിലേ ആ അമ്മായി രണ്ടിനെയും പിടിച്ച് പുറത്താക്കും. അവസാനം പെരുവഴിയിലാകും. അറിയാലോ രണ്ടാളുടെയും വീട്ടിലെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇവിടെ വന്ന ശേഷമാണ് മര്യാദയ്ക്ക് കള്ളപ്പേരെന്ന് മാറി കിട്ടിയത്. അപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ വയലിലൂടെ ഓടിച്ചിട്ട് തല്ലിയത് ഞാനും കേട്ടു. നമുക്ക് കഴുകാം. ഇത്ര കഴിക്കണ്ടായിരുന്നു. രാത്രി ഒന്ന് കഴിച്ചു കഴുകി വെച്ചാൽ മതിയായിരുന്നു. തലയിൽ വെച്ചേരട്ടെ. എന്താടാ, നിങ്ങൾ തുണിക്കടയ്ക്ക് പെട്രോൾ പമ്പിലേക്കൊന്നും പോകുന്നില്ലേ? അതാ നിങ്ങളെ പറഞ്ഞ വേറെ ആളെ നിർത്തണ്ട അവിടെ. അലമായി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. മര്യാദക്കാണെങ്കിൽ 2 അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. നിങ്ങൾ എത്ര പ്രതീക്ഷയിലാണ്ടാ നിന്റെ അമ്മ വളർത്തിയത്. എന്നിട്ട് നിങ്ങൾ 2 കൂടി ഇങ്ങനെയാണ് അവളോട് ചെയ്യുന്നത്? 2 മക്കൾക്കും കല്യാണം കഴിഞ്ഞു, 2 പെൺകുട്ടികളും വന്നു. എത്ര സ്നേഹത്തോടെ അവളോട് പെരുമാറണം? എന്നിട്ട് അവൾക്ക് ഈ ശിക്ഷയാണോ കൊടുക്കുന്നത്? 2 പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറില്ല, അവളുടെ വീട്ടു ജോലി കരിയാക്കില്ലേ അവസാനം? നിങ്ങൾ 2 ഒരു കാര്യം ഓർത്താൻ നല്ലത്. നിങ്ങൾ 2 പേർക്ക് ഒരു തരി സ്വത്ത് ഈ വീട്ടിലില്ല. നിങ്ങളിപ്പോ നോക്കി നടത്തുന്ന പെട്രോൾ പമ്പും തുണിക്കട ഉണ്ടല്ലോ, അത് നിന്റെ അച്ഛന്റെ പേർക്കും എന്റെ പേർക്കും കൂട്ടുള്ളതാ. ബാക്കി സ്വത്ത് മുഴുവൻ നിന്റെ അമ്മന്റെ പേർക്ക്. നിങ്ങളുടെ അമ്മനെ അന്തസ്സായിട്ട് നോക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം 2 ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. പിന്നെ വൈകുന്നേരം ക്യാഷ് വാങ്ങാൻ പോകുന്നുണ്ടല്ലോ 2 ആ സ്ഥാപനത്തിൽ വേറെ ആളായിരിക്കും നിൽക്കുക. സുഭദ്രേ, ഈ 4 ഏതെങ്കിലും ഒന്ന് നിന്റെ മുൻപിൽ കാല് പൊക്കിയ നീ എന്നെ വിളിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം തീരുമാനിക്കാം. Hey Siri, hold the driver.